അതിമനോഹരമായ കാഴ്ച. ഞാനിന്നൊരു സോഷ്യൽ മീഡിയയിലൂടെ മനോഹരമായ ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും അതോടൊപ്പം വല്ലാത്ത രോമാഞ്ചവും തോന്നി. നയനമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മകൾ, ആ മകൾ തൻ്റെ തൊട്ടടുത്ത അയൽവാസിയായ ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിലേക്ക് താൻ മലയ്ക്ക് പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ ആ മുസ്ലിം സഹോദരൻ ആ മോളോട് പറഞ്ഞ കുറേ കാര്യങ്ങളും അത് കേട്ട് പുഞ്ചിരിക്കുന്ന ആ മകളും ആ മകളുടെ പ്രതികരണവുമെല്ലാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അല്ല, ഈ ഇപ്പോൾ മലക്കെപ്പോഴാണ് പോണ്? നാളെ എപ്പോൾ പോവുക? ഇന്നിപ്പോൾ എന്നോട് ഇവിടെ പറയാൻ വരാഞ്ഞെന്തേ? വീട്ടിൽ പോണ് വന്നില്ല നേരത്തെ? എല്ലാവരോട് പറഞ്ഞു താത്തോ. അപ്പോൾ ഈ നോമ്പൊക്കെ എടുത്തോ? അപ്പം എനിക്ക് ഫാത്തിയൊക്കെ ഓതാ അറിയാം? ഒന്ന് ഓതിയാ ഫാത്തിയ? വെറുതെയൊക്കെ ഉഷാറാക്കി വരും. പിന്നെന്താ എനിക്കറിയാം. പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ വരിക? 4 ദിവസം കഴിഞ്ഞിട്ടോ? അപ്പം നമുക്കെന്താ അരവണ പായസോ എന്താ കൊണ്ടുവരിക? അരവണേ മറക്കരുത് കേട്ടോ. മലക്കെ കയറുമ്പോൾ ഒക്കെ ഉഷാറായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടില്ലേ വർഗീയവാദികളെ, ഇതാണ് നമ്മുടെ കേരളം. ഒരു വർഗീയവാദികളുടെയും അജണ്ടകൾ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത നമ്മുടെ കേരളം. ഇതിലേറ്റവും എനിക്ക് മനോഹരമായി തോന്നിയത് ആ മകളോട് ആ സഹോദരൻ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളാണ്. സൂക്ഷിക്കണം മോളെ, മല കയറുന്ന സമയത്ത് നല്ലതുപോലെ സൂക്ഷിച്ചൊക്കെ പോകണേ എന്ന് ഒരു പിതാവ് തൻ്റെ മകളോട് പറയുന്ന ആ വാത്സല്യത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതോടൊപ്പം ഖുർആനൊക്കെ ഓതാൻ പറയുമ്പോൾ ആ മകൾ ഓതുന്നുമുണ്ട്. നോക്കൂ, ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദികൾക്ക് വല്ലാതെ ഹാലളകാറുണ്ട്. ഇത്തരം കാഴ്ചകളൊന്നും ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ് ഇവിടെ പരസ്പരം തമ്മിലടിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരം ആളുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരും മനോഹരമായ മറുപടികളാണ് മതസൗഹാർദ്ദവും സ്നേഹവും അറിയുന്ന നല്ലവരായ ജനങ്ങൾ ഓരോ നിമിഷവും ഓരോ ദിവസവും നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോയതിനു ശേഷം കൊണ്ടുവരുന്ന അരവണപ്പായസം കഴിക്കാനും തിടുക്കം കൂട്ടിയ ഒരു ബാല്യകാലം എനിക്കുമുണ്ടായിരുന്നു. ഞാനും അന്ന് കഴിച്ചിരുന്നു ഒരുപാട്. ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ അരവണപ്പായസം കഴിക്കാത്ത മുസ്ലിമീങ്ങൾ ചുരുക്കമാണെന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. സ്കൂളുകളിൽ തൻ്റെ കൂട്ടുകാരൻ അരവണപ്പായസം കൊണ്ടുവരുമ്പോൾ അത് വീണ്ടും വീണ്ടും വാങ്ങിക്കടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത്തരത്തിൽ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് വർഗീയവാദികൾ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, സ്വാഭാവികമെന്നോണം ഈ വീഡിയോ കാണുമ്പോൾ ചില സംഘികളും ക്രിസംഘികളും ഒക്കെ പറഞ്ഞു വെക്കാറുണ്ട്, ഹിന്ദുക്കൾ നിങ്ങളുടെ ഖുർആനൊക്കെ ഓരുന്നുണ്ടല്ലോ, അവർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ, അങ്ങനെയൊക്കെ പാടുമോ എന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മുന്നോട്ട് വരാറുണ്ട്. അത്തരം വർഗീയവാദികൾക്ക് ഈ ഒരു വീഡിയോ ഞാനത് കാണിക്കാം. ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്നോ, ഇരുവിനെ തീർക്കും യവനെയും വെല്ലും തിരുവടിവേ കാണ വന്നോ, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാണിക്കമത്തെ സാമിയെ അയ്യപ്പോ അയ്യപ്പോ സാമിയെ, നെയ്യഭിഷേകം സാമിക്ക്, കർപ്പൂരദീപം സാമിക്ക്, അയ്യപ്പന്മാർകളും കൂടിയിരിക്കാൻ അയ്യനമിന്റെ നൊടികളെ സാമിയെ അയ്യപ്പോ എന്ന് പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശമല്ലോ. അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ, എന്റെ തലയിലിരിക്കുന്നത് ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിൽ എന്താ, ആര് ഫോട്ടോ എടുത്താലെന്താ, ആര് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്താ, അങ്ങനെ പോവാണ്. കാല് പൊട്ടുന്നുണ്ട്, രക്തം വരുന്നുണ്ട്, തുണി വെച്ച് കെട്ടുന്നുണ്ട്, അങ്ങനെ നടക്കണേ. സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നിപ്പോവാണ്. അയ്യപ്പ ഭക്തന്മാർ വളരെയധികം ഭയഭക്തിയോടുകൂടി പാടുന്ന ആ ഒരു ഗാനം അത് ആലപിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ പ്രഗത്ഭ മതപ്രഭാഷകനും പണ്ഡിതനുമായിട്ടുള്ള നൗഷാദ് ബാഖവിയാണ്. നോക്കൂ, ഇവിടെ ആർക്കും ആരുടെ മനസ്സിലും മതവിദ്വേഷമോ വർഗീയതയോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ സുന്ദരമായ മതസൗഹാർദ്ദം നിലനിന്നു പോകുന്നത്. പക്ഷെ അതിനെ തകർക്കാൻ ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മതസൗഹാർദ്ദവും സ്നേഹവും എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഒരു മതിൽക്കെട്ടിനപ്പുറം ഇപ്പുറം പള്ളിയും അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്ന മതസൗഹാർദ്ദത്തിൻ്റെ സുന്ദരമായ നാടാണ് നമ്മുടെ കേരളം.
ഈ ഒരു കാഴ്ച കൂടി നിങ്ങളൊന്ന് കാണണം. ആലുവയിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു വശത്ത് ASHM സെയ്ദ് ജുമാ മസ്ജിദും മറുവശത്ത് ആലുവ കൃഷ്ണക്ഷേത്രവും. കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അമ്പലത്തിന്റെയും പള്ളിയുടെയും കവാടങ്ങൾ മറ്റെവിടെയും ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. നോക്കിതിവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് പാളയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അമ്പലവും പള്ളിയുമൊക്കെ ഒരുമിച്ച് തൊട്ടടുത്തായി നിൽക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സുന്ദരമായ നാടെന്ന് പറയുന്നത്. നമുക്കറിയാം, അയ്യപ്പ ഭക്തന്മാർ അവർ ശബരിമലയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായി അവർ ആദ്യം കയറുന്നത് വാവര് പള്ളിയിലാണ്. വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു പ്രതീകമാണ് വാവരും അയ്യപ്പനും എന്ന് പറയുന്നത്. ആ വാവര് നടയിൽ വെച്ചുകൊണ്ട് ഒരു ഹിന്ദുവായ ഒരു അയ്യപ്പ ഭക്തൻ അദ്ദേഹം ഒരു ഇസ്ലാമിക ഗാനം ആലപിക്കുന്ന മനോഹരമായ ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതോടൊപ്പം വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാനുണ്ട്. പ്രവാസ ലോകത്ത് കാലാകാലങ്ങളായി കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികളെന്ന് പറയുന്നത്. അവർ നേരെ ചൊവ്വെ ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് അവർ കഷ്ടപ്പെടുകയാണ്. തങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും അറിയിക്കാതെ കയ്യിൽ കിട്ടുന്ന ബാക്കി തുക എങ്ങനെയെങ്കിലും സ്വരൂപിച്ചു കൂട്ടി അവർ മാസം തോറും തൻ്റെ കുടുംബത്തെ പോറ്റാൻ നാട്ടിലേക്ക് പൈസ അയക്കുന്നു. പക്ഷെ ആ പൈസ അയക്കുമ്പോൾ ആ സഹോദരങ്ങൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഇത്തരം ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ആയുസ്സിൻ്റെ പകുതിയിലധികവും പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒന്നുമില്ലാതായി പോകുന്ന ദയനീയമായ സംഭവങ്ങൾ, കാഴ്ചകൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കൊല്ലം കരുനാഗപ്പള്ളിയിലെ കുറ്റിപ്പുറം സ്വദേശിയായ നാസർ എന്ന് പറയുന്ന 33 വർഷക്കാലം പ്രവാസ ലോകത്ത് ജീവിച്ച നാസർ എന്ന് പറയുന്ന സഹോദരനുണ്ടായ ആ ഒരു അനുഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് കുറ്റിപ്പുറത്തുള്ള നാസർ. ഇദ്ദേഹം എത്ര വർഷം കൊണ്ട് പ്രവാസിയായിരുന്നു? 33 വർഷം പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ വീടും ഈ വസ്തുവും എല്ലാം നിങ്ങളുടെ പേരിലാണോ? നിങ്ങൾ എന്താ ഈ സിറ്റോട്ടി കിടക്കുന്നത്? വെളിത്തള്ളി. ഞാൻ കടത്തിലേക്ക് പോയി കിടന്നപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ മിത്രം രണ്ടുമൂന്ന് പേര് വെച്ച് ആൾക്കാർ പറഞ്ഞിട്ട് പട്ടി കടിക്കുന്നു പറഞ്ഞ് എവിടെയും ചായ കൊണ്ട് കിടത്തുന്നു പറഞ്ഞാൽ അത് പിടിച്ച് അവരുടെ കുടുംബത്തിൽ കൊണ്ട് കിടത്തി. കിടത്തിയപ്പോൾ അവിടെയും ശല്യം, അവിടെ കയറി ശല്യം കൊണ്ട് കിടത്തിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആയിരുന്നു കുറച്ച് ദിവസം. എന്നിട്ട് പിന്നെ ഇന്ന് പോലീസിനെ കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസൊക്കെ വന്ന് പോലീസിന്റെ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കയറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ചാടിച്ചപ്പോൾ ഞാൻ ഇവിടെ കിടന്നു. പിന്നെ എത്ര നാളുകൊണ്ട് ഇവിടെ കിടക്കുന്നു? ഇവിടെ കിടന്ന് 2 ദിവസമായി. 2 മാസം? ഒരു മാസം. കൂടുതലായി. ഇപ്പം മറ്റല്ല, പല വട്ടം ഞാൻ കിടന്നിട്ടുണ്ട്. പല വട്ടം അടിച്ചിറക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഞാൻ കരുതി വന്നത് തൊട്ടാ. കണ്ടില്ലേ, ഇതാണ് പ്രവാസികളുടെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ എത്ര ദയനീയമാണ്, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. നോക്ക്, ഇത്തരം കാഴ്ചകളൊന്നും ഇതാദ്യമായി കാണുന്നതല്ല, നമ്മളെല്ലാവരും നിരന്തരമായി കാണുന്നവരാണ്. നോക്ക്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോടാണ്, ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മക്കളാണെന്നും കുടുംബമാണെന്നൊക്കെ വിചാരിച്ച് കയ്യിൽ കിട്ടുന്നതെല്ലാം മുഴുവനും വാരിക്കോരി തൻ്റെ കുടുംബത്തിലേക്ക് ഏൽപ്പിക്കുന്നവർ ഇത്തരം കാഴ്ചകൾ കാണേണ്ടതുണ്ട്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനെങ്കിലും നിങ്ങൾ അല്പമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.